വിറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഡെയിലി ബേസിസിൽ കഴിക്കണം എന്ന് പറയുന്നതിന്റെ ആവശ്യം എന്താ? വിറ്റമിൻ സിക്ക് ചില പ്രശ്നങ്ങളുണ്ട്. അതെന്താണെന്നറിയോ? നമ്മുടെ വിറ്റമിൻ സിക്ക് നമ്മുടെ ശരീരത്തിൽ സ്വയം ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവോ ഉൽപ്പാദിപ്പിച്ചത് ആവശ്യം കഴിഞ്ഞതിന് ശേഷം സേവ് ചെയ്ത് വെക്കാനുള്ള കഴിവില്ല എന്നാ പറയുന്നത്. അപ്പൊ അതെന്താ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് നമുക്ക് ആവശ്യത്തിനുള്ള വിറ്റാമിൻ കിട്ടുന്നത്. വൈറ്റമിൻ സിയുടെ ആവശ്യകത എന്താണെന്ന് നോക്കിയാലോ? വൈറ്റമിൻ സി നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷിക്ക് അത്യാവശ്യമാണ്. നമുക്ക് ഇമ്മ്യൂണിറ്റി കിട്ടണം എന്നുണ്ടെങ്കിൽ വൈറ്റമിൻ സി അസുഖങ്ങളിലെ ഇപ്പോൾ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, നമുക്കിപ്പോൾ എന്തെങ്കിലും പനി, ജലദോഷം, തുമ്മൽ, അങ്ങനത്തെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, കോമൺ ആയിട്ട് കാണുന്ന ഈ സംഭവങ്ങളൊക്കെ വരുന്നത് കുറച്ചുകൂടി ഒന്ന് തടയാൻ വേണ്ടിയിട്ട് നമുക്ക് വൈറ്റമിൻ സി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വൈറ്റമിൻ സി എന്ന് പറയുന്നത് നമുക്ക് ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇനി നമുക്ക് കൊളാജൻ പ്രൊഡക്ഷൻ എങ്ങനെ ഉണ്ടാകുന്നത് നോക്കിയാൽ, വൈറ്റമിൻ സി ഇല്ലെങ്കിൽ നമ്മുടെ കൊളാജൻ പ്രൊഡക്ഷൻ കുറയും. വൈറ്റമിൻ സി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൊളാജൻ പ്രൊഡക്ഷൻ ഉണ്ടാകുള്ളൂ, നമ്മുടെ സ്കിന്നും ഒക്കെ ഗ്ലോ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പൊ നമുക്ക് അയൺ അബ്സോർപ്ഷൻ എന്താന്ന് നോക്കിയാലോ? യെസ് ഗൈസ്, അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ് നമുക്ക് അയൺ പറയുന്നത് കേട്ടില്ലേ? ഭയങ്കര ക്ഷീണമാണ്, അനീമിക്കടെ ഇരിക്കുക, വിളർച്ചയായിട്ട് ഇരിക്കുന്നുണ്ട് എന്നൊക്കെ. അതിന്റെ കാരണം വൈറ്റമിൻ സി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആന്റി ഓക്സിഡന്റ് ആണെന്ന് പറയാനുള്ള കാരണം എന്താ? ഏജിങ് എന്ന് പറയുന്ന പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഒരു പ്രശ്നം എല്ലാവർക്കും പ്രശ്നമാണല്ലോ, വലിയൊരു പ്രശ്നമാണല്ലേ. അതിനെ ചെറുക്കാൻ വേണ്ടിയിട്ടൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, അഡൽട്ട് ആയിട്ടുള്ള ഒരാൾക്ക് 75 മില്ലി മുതൽ 90 മില്ലിഗ്രാം വരെ ഒരു ദിവസം വൈറ്റമിൻ സി ആവശ്യമുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരു ദിവസം നമുക്ക് ഇത്രയും വൈറ്റമിൻ സി ആവശ്യമുണ്ട് എന്നുള്ളത്? യെസ്, അഡൽട്ട് ആയിട്ടുള്ള ഒരാൾക്ക് ഇത്രയും വൈറ്റമിൻ സി ഒരു ദിവസം വേണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലും സപ്പോർട്ട് ചെയ്യുക. ഇനി എന്തെങ്കിലും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് വീഡിയോ ചെയ്യാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.